ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് ഏറ്റവും പുതിയ കമലഹാസന്റെ സിനിമയാണല്ലോ തഗ് ലൈഫ്. കമലഹാസൻ, STR, ത്രിഷ തുടങ്ങിയ വലിയ താരനിരയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ മണിരത്നം സിനിമയ്ക്ക് ആദ്യ ദിവസം വൻ നെഗറ്റീവ് അഭിപ്രായമാണല്ലോ തിയേറ്ററുകളിൽ ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. തഗ് ലൈഫിന്റെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് ഓവർസീസ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ, തമിഴ്നാട് കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. ആദ്യം നമ്മുടെ കേരള ട്രാക്കിംഗിലേക്ക് തന്നെ വരികയാണെങ്കിൽ 75 ലക്ഷത്തിന് മുകളിലേക്ക് മാത്രമേ നിലവിൽ സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യ ദിവസം സിനിമയ്ക്ക് 1 കോടി കളക്ഷൻ ഉണ്ടാകും. 1,50 ലക്ഷത്തിന് മുകളിൽ ആദ്യ ദിവസം കേരള ഗ്രോസ് ആണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിൽ നിന്നടക്കം മികച്ച താരനിര ഭാഗമായ സിനിമ കൂടിയാണ് തഗ് ലൈഫ്. ജോജി ജോർജ്, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയവരെല്ലാം തന്നെ സിനിമയിൽ ഭാഗമാണ്. 3 വർഷം മുന്നേ ഇതേ ഒരു ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ വിക്രമൻ ആദ്യ ദിവസം 5 കോടിയിൽ പരം കേരള ഗ്രോസ് ഉണ്ട്. എന്തിനേറെ പറയുന്നു, ഇന്ത്യൻ 2 എന്ന മറ്റൊരു കമലഹാസന്റെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമയ്ക്കും ഇതിനേക്കാൾ 2-3 ഇരട്ടി കളക്ഷനെങ്കിലും ഉണ്ടാകും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തഗ് ലൈഫ് എന്ന സിനിമയ്ക്ക് ഒട്ടും മികച്ച തുടക്കമേയല്ല കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇനി തമിഴ്നാട് വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 10 കോടിക്ക് മുകളിൽ ഫൈനൽ ട്രാക്കിംഗ് ഗ്രോസ് കിടക്കുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ 15 കോടിയിൽ പരം സിനിമയ്ക്ക് ആദ്യ ദിവസം തമിഴ്നാട്ടിൽ മാത്രം ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. കർണാടക റിലീസ് ഇല്ലെങ്കിൽ പോലും സിനിമയ്ക്ക് ആദ്യ ദിവസം ഇന്ത്യയിൽ 20 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്നാണ് നിലവിലെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഓവർസീസിലേക്ക് വരികയാണെങ്കിൽ ഓവർസീസ് പ്രീമിയർ ഷോസിലെ കളക്ഷൻ ഉൾപ്പെടെ ആദ്യ ദിവസം $3 മില്യൺ മുകളിൽ തഗ് ലൈഫിന് കളക്ഷൻ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതായത് 25 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ. ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ കൂടുതൽ കളക്ഷൻ ആദ്യ ദിവസം സിനിമയ്ക്ക് വിദേശ രാജ്യത്ത് കളക്ഷൻ ഉണ്ടാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 45-50 കോടി റേഞ്ചിലാണ് തഗ് ലൈഫിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി അറിയേണ്ടത് 50 കോടി സിനിമ യഥാർത്ഥത്തിൽ ടച്ച് ചെയ്യുമോ ഇല്ലയോ എന്നാണ്. കാത്തിരിക്കാം തഗ് ലൈഫിന്റെ കൃത്യമായ കളക്ഷൻ നാളെ അറിയാനായിട്ട്.